നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റൈഡ അമേരിക്ക 2025, കിങ് ഓഫ് അമേരിക്ക 2025 എന്ന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ആ പുരസ്കാരം ഇത്തവണ ആര് നേടും? ഫൈനൽ നോമിനേഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ 3 പേരാണ്: ലയണൽ മെസ്സി, അരസ്കേറ്റ, അഡ്രിയൻ മാർട്ടിനസ് എന്നിവർ. ഇവരിൽ ആര് നേടും എന്നുള്ളതാണ് ചോദ്യം. ഉറുഗ്വേയൻ മാധ്യമമായിട്ടുള്ള എൽ പൈസ് ആണ് ഇത് നൽകുന്നത്. വലിയ പ്രാധാന്യം സൗത്ത് അമേരിക്കയിൽ നൽകപ്പെടുന്ന ഒരു അവാർഡാണ് കിങ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ റൈഡ് അമേരിക്ക എന്ന ഈ ഒരു പുരസ്കാരം. ഇത് കൊടുക്കുന്നത് അമേരിക്കകളിൽ കളിക്കുന്ന പറഞ്ഞാൽ സൗത്ത് അമേരിക്കയിൽ നോർത്ത് അമേരിക്കയിലുമായിട്ട് കളിക്കുന്ന സൗത്ത് അമേരിക്കൻ പ്ലെയേഴ്സിന് നൽകുന്ന അവാർഡാണ്. ഇതിനു മുമ്പ് മെസ്സി PSG-യിലും ബാഴ്സിലും ഒക്കെ കളിച്ച കാലത്ത് അദ്ദേഹത്തിന് ഇതിലേക്ക് നോമിനേഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഏതായാലും കഴിഞ്ഞ വർഷവും ലയണൽ മെസ്സി ഇതിൽ നോമിനിയായിരുന്നു. എന്തായാലും അദ്ദേഹം ഒടുവിൽ കഴിഞ്ഞ തവണ ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഇത്തവണ അദ്ദേഹത്തിന് ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. 3 പേരാണ് ഇപ്പോൾ ഈ ഒരു പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആർക്ക് ലഭിക്കും കാത്തിരിക്കാം. ഫൈനൽ ലിസ്റ്റ് ഇതാ പ്രസിദ്ധീകരിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന കാര്യം കൂടി അറിയുക. ഡിസംബർ 31 എൽ പൈസ് ഇതിൻ്റെ വിന്നറെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. റൈഡ് അമേരിക്ക അവാർഡ്സ് ഫോർ മെൻസ് പ്ലെയർ, വിമൻസ് പ്ലെയർ, കോച്ച്, ഈ 3 തരത്തിലുള്ള പുരസ്കാരങ്ങളായിരിക്കും അന്ന് കൊടുക്കാൻ പോകുന്നത്. ഇതാദ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന 1986 ഇങ്ങനെ ഒരു പുരസ്കാരം കൊടുത്തു തുടങ്ങുന്നത്. പിന്നീട് അത് സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ പല അർജന്റീൻ താരങ്ങൾ ഇതിനു മുമ്പ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ കാർലോസ് ടെവസ് 3 തവണ റൈഡ് അമേരിക്ക പുരസ്കാരം നേടിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ വലിയ രൂപത്തിലുള്ള ഹിസ്റ്ററി ഉള്ള ഒന്നാണ്. മെസ്സിയുടെ മുൻ സഹതാരമായിട്ടുള്ള നെയ്മർ, അദ്ദേഹം ഇതിനു മുമ്പ് അവാർഡ് നേടിയിട്ടുണ്ട് 2 തവണ. അതുപോലെ ഇവാൻ സെബാസ്റ്റ്യൻ വെറോൺ 2 തവണ ഈ പുരസ്കാരം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ മെസ്സിക്ക് അത് ലഭിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇത്തവണത്തെ 3 പേര്: ഒന്ന് ലയണൽ മെസ്സി, 49 കളികളിൽ നിന്ന് 43 ഗോളുകളും 25 അസിസ്റ്റുകളും 68 ഗോൾ കോൺട്രിബ്യൂഷൻസ്, ടോട്ടൽ 2 കിരീടങ്ങൾ. ഇതാണ് മെസ്സിയുടെ ഈ വർഷത്തെ ഒരു കണക്കെങ്കിൽ. അരസ്കേറ്റ 64 കളികൾ, 25 ഗോളുകൾ, 20 അസിസ്റ്റുകൾ, 45 ഗോൾ കോൺട്രിബ്യൂഷൻസ്, 6 കിരീടങ്ങൾ. അതേസമയം അഡ്രിയാൻ മാർട്ടിനസ് 45 കളികൾ, 22 ഗോളുകൾ, 3 അസിസ്റ്റ്, 25 ഗോൾ കോൺട്രിബ്യൂഷൻസ്, 1 കിരീടം. ഇതാണ് ഫൈനലിസ്റ്റുകളുടെ ഒരു കണക്ക്. എന്തായാലും മെസ്സിക്ക് ലഭിക്കുമോ? മെസ്സിക്ക് അമേരിക്കൻ രാജാവ്, കിങ് ഓഫ് അമേരിക്ക പുരസ്കാരം ലഭിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.